എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഈ ഫോളോവേഴ്സിനെ പറ്റിച്ച് തിന്നുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതേതാടാ അവതാരം? മല്ലു ഫാമിലിയിലെ സുജിൻ എല്ലാവർക്കും അറിയാലോ അല്ലെ? എന്തായാലും ചാനൽ അത്യാവശ്യം റീച്ച് ഒക്കെ ആയി. അങ്ങനെ അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവരെന്താക്കി, അത്രയും കാലം കൂടെ എന്ന സബ്സ്ക്രൈബേഴ്സിന് പുല്ല് വരെ കൊടുക്കാൻ തുടങ്ങി. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ വിഷുവിന് ഈ മല്ലു ഫാമിലിയിലെ സുജിൻ എന്താക്കി, ഫോളോവേഴ്സിനൊക്കെ വിഷു കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഒരു QR കോഡ് ഒക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഒരു QR കോഡ് ഒക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട്. എനിക്ക് തോന്നുന്നത് ആരും ഇത് വലിയ മൈൻഡ് ആക്കിയില്ല എന്നുള്ളതാണ്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി, ആരയച്ചു കൊടുത്ത പൈസ ഇരട്ടിയാക്കി അങ്ങ് തിരിച്ചയച്ചു. ഈശ്വര, ഇവനെ നീയായിട്ട് അയച്ചതാ. ഇത് ഞാൻ എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് സ്റ്റോറി ആക്കി ഇട്ട്. സംഭവം മനസ്സിലായല്ലോ, ഇവരുടെ വിഷു കഴിഞ്ഞിട്ടും QR കോഡിൽ ആരും പൈസ അയക്കില്ല എന്ന് മനസ്സിലായപ്പോ കളിച്ചൊരു കളിയാണിത്. ഇവർ ഇരട്ടി പൈസ അയച്ചു കൊടുത്ത് സ്റ്റോറി കണ്ടതോടെ ആൾക്കാരൊക്കെ ഉഷാറായി. അവരെന്താക്കി, ഇവനിട്ട QR കോഡിലേക്ക് ചറപറാന്ന് പൈസ അയക്കാൻ തുടങ്ങി. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ കുമിഞ്ഞുകൂടി. അങ്ങനെ ഇവരെന്താക്കി, ഈ ഊടത്തരത്തിലൂടെ വിഷു ആഘോഷിക്കാനുള്ള ക്യാഷ് പാവങ്ങളായിട്ടുള്ള ഫോളോവേഴ്സിനെ പറ്റിച്ചുണ്ടാക്കി. അങ്ങനെ അത്യാവശ്യം പൈസ ആയിന്ന് കണ്ടപ്പോ ഇവനെന്താക്കി, ഒരു സ്റ്റോറി അങ്ങോട്ട്. ഞാൻ ആ സ്റ്റോറി എന്തോ വായിച്ചുതരാം. വിഷു കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടിയില്ല സുജിനേട്ടാ എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട, എന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കണ്ട, വിഷു കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം കാണാം, തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് ഇട്ട് തരാം. ഇവനൊന്ന് ഊടാന്ന് വിളിച്ചാൽ പോലെ വേറെ വല്ലതുമാണ് എന്റെ നാല് വരുന്നത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, ഇവനെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്റെ ഉടായ്പ സ്വഭാവം കണ്ടിട്ട് ഇവന് പൈസ അയച്ചു കൊടുക്കുന്ന പൊട്ടന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. 100% ഞാൻ യോജിക്കുന്നു. ഇവനെ വിശ്വസിച്ച് പൈസ അയച്ചു കൊടുത്ത് കുറെ പാവങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അവർക്കൊക്കെ ഇപ്പൊ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ഇരട്ടി പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അയച്ചു തന്ന പൈസക്കെങ്കിലും തിരിച്ചു താടാ മഹാപാപ എന്നുള്ളതാണ് പറ്റിക്കപ്പെട്ട പലരും പറയുന്നത്. സുജിന്റെ ഉടായ്പിൽ പെട്ട് പൈസ പോയൊരു പാവം പെണ്ണ് ഇവൻ അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. അന്തസ് വേണോടാ, അന്തസ്. ഓരോടുള്ള വിശ്വാസത്തിന് പുറത്ത് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും യൂട്യൂബർമാരെ വിശ്വസിക്കരുത്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് പറ്റിയത് അബദ്ധാണ്. നല്ല കവള്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.